പ്രിയപ്പെട്ട മോമിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മരണവാർത്തയാണ്. ഇതുപോലുള്ള വാർത്തകൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ തുടരാം, അല്ലാത്തവർക്ക് ബാക്ക് അടിച്ചു പോകാം. നമ്മൾ ഇതുപോലുള്ള എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. അപകട മരണങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് പ്രിയപ്പെട്ടവരെ. മനസ്സിനെ ഏറെ നൊമ്പരപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് കൊടുവള്ളി കച്ചേരി മുക്കിൽ നിന്നും വന്നിരിക്കുന്നത്. 2 മക്കളാണ് ആരുമില്ലാതായിപ്പോയത്. ആ 2 മക്കളുടെ കാര്യമാണ് ഞാൻ ഓർക്കുന്നത്. പടച്ചറബ്ബേ, 2 മക്കളുടെ ഉമ്മയാണ് അതിദാരുണമായി മരണപ്പെട്ടത്. എന്തൊക്കെയോ ലക്ഷ്യം വെച്ചുള്ള യാത്രയായിരിക്കും. ആ യാത്ര പൂർണ്ണമാകും മുന്നേ ആ സഹോദരി മരണപ്പെട്ടു പോവുകയാണ്. ഒരു നിമിഷത്തെ അശ്രദ്ധ എങ്ങനെ ഒരു കുടുംബത്തിൻ്റെ താളം തെറ്റിക്കുന്നു എന്നതിന് ദൃക്സാക്ഷിയാവുകയാണ് കരുവൻ പുഴയിലെ പ്രദേശം. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. ഇത് വെറും ഒരു കണ്ടന്റ് വീഡിയോ ആയി ആരും കരുതരുത്. മരണവാർത്തയാണ്. ഒരു കുടുംബത്തിൻ്റെ വേദനയിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് പങ്കുചേരാൻ പോകുന്നത്. കിഴക്കേത്ത് കച്ചേരി മുക്കിൽ ഇന്നലെ ഉച്ചയ്ക്ക് 2:30 മണിയോടെയാണ് ഈ ഒരു അതിദാരുണമായ അപകടം നടക്കുന്നത്. എളേറ്റിൽ ഭാഗത്ത് നിന്നും കൊടുവള്ളിയിലേക്ക് വരികയായിരുന്ന സ്കൂട്ടറിൽ എതിരെ വശം തെറ്റിച്ചെത്തിയ കാറ് അതിശക്തമായി ഇടിക്കുകയായിരുന്നു. ആ ഇടിയുടെ ആഘാതത്തിൽ ആ സ്കൂട്ടർ 2ആയി മുറിഞ്ഞു പോയിരുന്നു. അപ്പോൾ ആ അപകടത്തിൻ്റെ ശക്തി എന്തായിരിക്കും? അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് മറിവീട്ടിൽ തായം സ്വദേശിനി പറയൊരുകണ്ടി ഹഫ്സത്താണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 39 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അതിദാരുണമായി മരണപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഇതുപോലുള്ള മരണത്തിൽ നിന്നും എല്ലാവരെയും കാക്കുമാറാകട്ടെ പടച്ചറപ്പ്. അപകടം നടന്ന ഉടനെ തന്നെ രക്ഷിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തിയിരുന്നു. ഉടനെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും സഹോദരിയുടെ ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടു. ഹഫ്സത്തിൻ്റെ ആ ഒരു വിയോഗം ആ നാടിനെയാകെ കണ്ണീരിലായിത്തിരിക്കുകയാണ്. ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മരണമായി പോയി. ആ ഒരു പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു ഇന്ന് ഇല്ലാതായത്. 2 മക്കൾക്കാണ് ഉമ്മയില്ലാതായി പോയത്. ആ 2 മക്കളുടെ വാവിട്ടുള്ള കരച്ചിലാണ് എൻ്റെ മനസ്സിൽ. പടച്ചറബ്ബ് ആ മക്കളെ സംരക്ഷിക്കുമാറാകട്ടെ. റഷീദ് അട്ടക്കുളങ്ങരയാണ് ഹഫ്സത്തിൻ്റെ ഭർത്താവ്. സിനാൻ, ഹായിഷ ഹന്ന എന്ന 2 പൊന്നോമന മക്കളുമുണ്ട്. അതാണ് നമുക്കേറെ വേദനയായിപ്പോയത്. ചെറുപ്രായത്തിലെ മക്കൾക്ക് ഉമ്മയില്ലാതായി പോവുകയാണ്. പടച്ചറബ്ബേ, ആ മക്കളെ നീ കാക്കണേ റബ്ബേ. ഉമ്മയില്ലാത്ത വേദന ആ മക്കളെ അറിയിക്കല്ലേ റബ്ബേ. വലിയൊരു സ്വപ്നം കണ്ടുള്ള ജീവിതമായിരുന്നു ഹഫ്സത്തിൻ്റെ. പെട്ടെന്നുള്ള ആ വിയോഗം ആ കുടുംബത്തെ മാത്രമല്ല ആ നാട്ടുകാരെയും ഏറെ വേദനിപ്പിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും കാക്കുമാറാകട്ടെ. ആമീൻ. പടച്ചറബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഹഫ്സത്ത് എന്ന ഈ ഒരു സഹോദരി നിൻ്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. അവരുടെ പാപങ്ങളൊക്കെ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിന് നീ കാക്കണേ റബ്ബേ. സ്വർഗം കൊടുക്കണേ അല്ലാ, നരകം ഹറാമാക്കി കൊടുക്കണേ അല്ലാ. പടച്ചറബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നീ എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. പടച്ചറബ്ബേ, 2 പൊന്നു മക്കളാണ് റബ്ബേ. ആ പൊന്നുമക്കളുടെ സംരക്ഷണം നീ തന്നെ ഏറ്റെടുക്കണേ റബ്ബേ. ഉമ്മയില്ലാത്ത വേദന ആ മക്കളെ അറിയിക്കല്ലേ റബ്ബേ. ആ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ആ മക്കളെ ആരുടെ മുന്നിലും തലകുനിക്കാനാക്കല്ലേ റബ്ബേ. പടച്ചറബ്ബേ, അവർക്ക് നീ സ്വർഗം കൊടുക്കണേ റബ്ബേ. സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. പെട്ടെന്നുള്ള മരണമാണ് റബ്ബേ. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ചറബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.